ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ടിലിസം എ ഹോഷ്റുബ എന്ന വർക്കിൻ്റെ സമ്മറിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ഓഥറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് മുഷറഫ് അലി ഫറൂഖി എന്നുള്ളൊരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പാകിസ്ഥാനി കനേഡിയൻ ഓഥറാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററും ലിറ്റററി ക്രിട്ടിക്കുമാണ്. ഉറുദു ലിറ്ററേച്ചറിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് ഹോഷ്റുബ എന്ന ഉറുദു ഒരു എപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയത്. ഇപ്പോൾ ഹോഷ്റുബ എന്നത് ഒരു ഉറുദു ലാംഗ്വേജിലെ എപ്പിക്കാണ്. അത് എഴുതിയിട്ടുള്ളത് മുഹമ്മദ് ഹുസൈൻ ഷാ ആണ്. പക്ഷെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം എഴുതിയിരിക്കുന്നത് ഫറൂഖിയാണ്. മാത്രമല്ല അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഫറൂഖി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഫറൂഖി ഈ ഒരു ഉറുദു ലിറ്ററേച്ചറിനെ കുറിച്ചും പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു നോവലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഇതൊരു എപ്പിക് ഫാൻറ്റസി നോവലാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു ട്രാൻസ്ലേഷനാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ പഠിക്കുന്ന പോലെ തന്നെ ഏതൊരു ലാംഗ്വേജും മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസിലേക്ക് അത് എത്തുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു വർക്ക് വായിക്കാൻ സാധിക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നു. ഇതാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ്റെയും പ്രത്യേകത. അപ്പോൾ നമ്മൾ ഹോഷ്റുബയെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, ഹോഷ്റുബ എന്ന വർക്കിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെയാണ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് തന്നെ പോകാം. അതിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഹോഷ്റുബ എന്ന് പറയുന്നത് ഉറുദു ഓറൽ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ്. ഇതൊരു എപ്പിക്കാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഓറൽ ലിറ്ററേച്ചർ ആയിരുന്നു കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. അതിനെ പറയുന്ന പേരാണ് ദാസ്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദാസ്താൻ എന്ന ഒരു ട്രഡീഷൻ, ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ സൗത്ത് ഏഷ്യയിലായിരുന്നു ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു എന്താ പറയുന്ന ഒരു നറേറ്റീവാണ്. നമുക്കിപ്പോൾ നമ്മുടെ പോലും പല പുരാണങ്ങളും വാമൊഴിയായിട്ടാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ് മുത്തശ്ശി കഥകളായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നീടാണ് അത് എഴുതപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വാമൊഴിയുടെ ഏറ്റവും ഉറുദു ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ വാമൊഴിയുടെ പ്രൈം എക്സാമ്പിൾ ആണ് ഹോഷ്റുബ എന്നുള്ള എപ്പിക്. മാത്രമല്ല ഈ ഒരു വർക്കിൽ നമുക്ക് ഉറുദു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും, അതിൻ്റെ ഉറുദു ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഈ ഒരു വർക്കിൽ തന്നെ ഒരുപാടധികം മെറ്റഫേഴ്സ്, എക്സ്പ്രഷൻ, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഹോഷ്റുബ എന്നുള്ളൊരു സെറ്റിംഗ് ആണ്, ലാൻഡ്സ്കേപ്പ് ആണ് നമ്മുടെ കഥയുടെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോഷ്റുബ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു ഫാൻറ്റസി ലാൻഡാണ്. ഓക്കെ, ഒരു മാജിക്കൽ ലാൻഡാണ്. മനുഷ്യലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ നമ്മൾ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന മൂവിയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഹാരി പോട്ടറിലെ വിസേർഡിങ് വേൾഡിൽ കാണുന്ന പോലെ തന്നെ മനുഷ്യലോകം വേറെയാണ്, ഈ ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു ലോകം വേറെയാണ്. മാത്രമല്ല ഇപ്പോൾ ക്രോണിക്കിൾസ് ഓഫ് നാർണിയയിൽ കാണുന്ന പോലെ തന്നെ മാജിക്കൽ ആയിട്ടുള്ള, മിത്തിക്കൽ ആയിട്ടുള്ള കുറേ ക്രീച്ചേഴ്സ് ഹോഷ്റുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാരി പോട്ടറിൽ കാണുന്ന പോലെ ഒരുപാട് വിസേർഡും വിച്ചസും, അവരെ ഇവിടെ പറയുന്ന സോസറസ് എന്നാണ്. അങ്ങനത്തെ ഒരുപാട് മാജിക്കൽ ആയിട്ടുള്ള ബീയിങ്സ് ഈ ഒരു ഹോഷ്റുബയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 പിക്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇമാജിനേഷന് വേണ്ടി. അപ്പോൾ ഇതാണ് ഹോഷ്റുബ. ഓക്കെ, ഹോഷ്റുബയിലെ രാജാവാണ് ബഹ്റംഗുർ. പിന്നെ അവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ വില്ലൻ്റെ എൻട്രി. വില്ലൻ ആരാണ്? അഫ്രസിയാബ്. ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു വിസേർഡാണ്. അഫ്രസിയാബിന് ബഹ്റംഗുറിനെ ഓവർത്രോ ചെയ്ത് ഹോഷ്റുബയുടെ അധികാരം വേണം. അതുപോലെ തന്നെ ആ ഒരു ഹോഷ്റുബയുടെ ആ ഒരു അധികാരത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആ ഒരു പവറിന് വേണ്ടി, അൾട്ടിമേറ്റ് പവറിന് വേണ്ടിയാണ് അഫ്രസിയാബ് ഈ ഒരു ഹോഷ്റുബയെ അറ്റാക്ക് ചെയ്യുന്നത്. ഹോഷ്റുബയെ അറ്റാക്ക് ചെയ്തിട്ട് അഫ്രസിയാബ് ഒരു ടിലിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടിലിസം എന്ന് വെച്ചാൽ ഒരു ലാബറിൻ്റ് ആണ്, ഒരു
ഷീൽഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു മാജിക്കൽ ഷീൽഡാണ്. ഈ ഒരു ടിലിസിം കാരണം ഹോഷുബ ഇൻവിസിബിൾ ആയി, അപ്രത്യക്ഷമായി. അപ്പോൾ ഹോഷുബയെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു കിങ്ഡത്തെ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ആ ഒരു ഹോഷുബ മൊത്തം ഒരു ദുഷ്ടശക്തികൾ വളയാൻ തുടങ്ങി. എല്ലായിടത്തും ഒരു കെയോസും എല്ലാം ഒരു രീതിയിൽ ഒരു അവതാളത്തിലായിരിക്കുകയാണ്, അപകടങ്ങളായിരിക്കുകയാണ്. അപ്പോൾ ഹോഷുബ പിന്നീട് അഫ്രസിയാബിന്റെ കീഴിൽ ഒരു വലിയൊരു ദുരിതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ഒരു രക്ഷകനെ ഈ സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. അതാരാണ്? നമ്മുടെ ഹീറോ ആയിട്ടുള്ള അമീർ ഹംസ. അമീർ ഹംസയാണ് നമ്മുടെ കഥയിലെ ഹീറോ. മാത്രമല്ല അമീർ ഹംസയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. പ്രോഫറ്റ് മുഹമ്മദിന്റെ അങ്കിളാണ്. അമീർ ഹംസയാണ് നമ്മുടെ കഥയിലെ നായകൻ, രക്ഷകൻ. അമീർ ഹംസ അദ്ദേഹത്തിന്റെ കമ്പാനിയൻസിന്റെ കൂടെ ഹോഷുബിലേക്ക് വന്ന് അഫ്രസിയാബിനെ കീഴ്പ്പെടുത്തി ഈ ഒരു ടിലിസം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് കമ്പാനിയൻസ് എന്നും കൂടി നോക്കാം. ഒരു കമ്പാനിയൻ ആണ് അമർ അയ്യർ. അമർ അയ്യർ ഒരു മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ് ആൻഡ് ഇലൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ലോക്കിയുടെ പിക്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവഞ്ചേഴ്സിലെ ലോക്കി എന്ന കഥാപാത്രത്തെ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, ലോക്കിയും ഏകദേശം സിമിലർ പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒരു വേഷപ്രച്ഛന്നനാണ്, ഡിസ്ഗൈസ് ഏത് വേഷത്തിൽ വേണമെങ്കിലും മാറാം. അതുപോലെ തന്നെ ഒരു ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതേ സെയിം പവറാണ് അമർ അയ്യറിനുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അമർ അയ്യറും ലോക്കിയായിട്ട് കണക്ട് ചെയ്യാം, ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി. മറ്റൊരു കമ്പാനിയനാണ് ബുജുർ മെഹർ. ബുജുർ മെഹർ വലിയൊരു ഫിയേഴ്സ് ആയിട്ടുള്ളൊരു വാറിയറാണ്. ഓക്കെ, ഭയങ്കര ശക്തിയുള്ളൊരു വാറിയറാണ്. അപ്പോൾ ഈ മൂവർ സംഘമാണ് ഹോഷുബയിലേക്ക് യാത്ര തിരിക്കുന്നത്. വഴിവൊക്കെ അവർ ഒരുപാടധികം അസുരന്മാരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാടധികം ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്തിട്ടാണ് അവർ ഹോഷുബയിലേക്ക് എത്തുന്നത്. ഹോഷുബയിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും ആദ്യം ചെയ്യേണ്ടത് ടിലിസം ബ്രേക്ക് ചെയ്യണം. ടിലിസം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഹോഷുബ രക്ഷപ്പെടുത്തുള്ളൂ, ആ ഒരു കിങ്ഡം രക്ഷപ്പെടുത്തുള്ളൂ. ഈ ഒരു ടിലിസം ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കീ എന്ന് പറയുന്നത് അഫ്രസിയാബ് അല്ല, അഫ്രസിയാബിൻ്റെ ഒരു ആലൈ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടൊരു വിച്ചാണ് നൂർബക്ഷ്. അപ്പോൾ നൂർബക്ഷ് ആണ് നമുക്ക് വേണമെങ്കിൽ അഗെയിൻ അവഞ്ചേഴ്സിലെ സ്കാർലറ്റ് വിച്ചിൻ്റെ ഒരു സിമിലർ പവറാണ് നൂർബക്ഷിന്. അതായത് റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കെയോസ് മാജിക് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കെയോസ് മാജിക് ആണ് സ്കാർലറ്റ് വിച്ചിൻ്റെ പവർ. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു പിക്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. സോ നൂർബക്ഷ് ഇതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വിച്ചാണ്. റിയാലിറ്റി തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള അത്രയും പവർഫുൾ ആയിട്ടൊരു സോസറസ് ആണ്. നൂർബക്ഷും അമീർ ഹംസയും തമ്മിലൊരു ഫൈറ്റ് നടക്കും. അമീർ ഹംസയാണ് അതിൽ ജയിക്കുന്നത്. അങ്ങനെ ടിലിസം ബ്രേക്ക് ചെയ്ത് ഹോഷുബയെ അവർക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോഴും കഥ കഴിയുന്നില്ല, കാരണം നമ്മുടെ മെയിൻ വില്ലൻ അവിടെ ഉണ്ട്. അഫ്രസിയാബായിട്ട് വീണ്ടും അമീർ ഹംസയുടെ യുദ്ധം നടക്കും. എല്ലാ ഒരു എപ്പിക്കിലും നമ്മൾ കാണുന്ന പോലെ തന്നെ. ഇപ്പോൾ രാമായണം എടുത്ത് നോക്കുകയാണെങ്കിൽ രാമരാവണ യുദ്ധത്തിൽ രാമനാണ് ജയിച്ചത്. അതുപോലെ തന്നെ മഹാഭാരതം എടുത്ത് നോക്കുകയാണെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരാണ് ജയിച്ചത്. കാരണം അവരുടെ കൂടെയായിരുന്നു ധർമ്മം, അവരുടെ കൂടെയായിരുന്നു ശരി. അതുപോലെ തന്നെ അമീർ ഹംസയുടെ അടുത്താണ് ആ ഒരു ശരിയുള്ളത്. അതുകൊണ്ട് തന്നെ അമീർ ഹംസ ജയിക്കുന്നു. അഫ്രസിയാബിനെ അവർ ബാൻ ചെയ്യുന്നു. ഹോഷുബ എന്നേക്കുമായി അവർ ആ ഒരു ശാപത്തിൽ നിന്ന് മുക്തയാക്കുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ അമീർ ഹംസയും കമ്പാനിയൻസിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഹോഷുബയുടെ ടിലിസം ഹോഷുബയുടെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റോറി. ഇനി നമുക്ക് സമ്മറിയിലേക്ക് വരാം. നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്. ഇൻട്രൊഡക്ഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു ടിലിസം ഹോഷുബ എന്താണ്, എൻ്റെ പ്ലോട്ട് എന്താണ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി പറഞ്ഞത്. സോ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞ എപ്പിക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റേജാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രഡീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനാണ്. ഇതൊരു ഓറലി കമ്മ്യൂണിക്കേറ്റീവ് എന്ന ഒരു കഥയാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും എങ്ങനെയാണ് ഇങ്ങനത്തെ വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്ന കഥകൾ എന്തുകൊണ്ടാണ് പ്രിസർവ് ചെയ്യേണ്ടതിനെ കുറിച്ചും ഫറൂഖി പറയുന്നുണ്ട്. വേറൊരു കാര്യം അറിയേണ്ടത്, ടിലിസം ഹോഷുബ എന്നുള്ളത് ഒരു നോവലല്ല, ഒരു സീരീസ് ആണ്.
അമീർ ഹംസയുടെ അഡ്വഞ്ചേഴ്സിലെ ഒരു സീരീസിലെ ഒരു ബുക്ക് മാത്രമാണ്, ഫസ്റ്റ് ബുക്ക് മാത്രമാണ് ടിലിസിം എ ഹോഷ്റുബ. ഇങ്ങനെ ഒരു 24 വോളിയം ഉണ്ട്. ഓരോ വോളിയത്തിലും ഇതുപോലത്തുള്ള മാജിക്കൽ അഡ്വഞ്ചേഴ്സും ഇങ്ങനത്തെ മിത്തിക്കൽ എൻകൗണ്ടേഴ്സും ആണ് നടക്കുന്നത്. നമ്മുടെ മെയിൻ ഹീറോ അമീർ ഹംസയാണ്. പിന്നെ ഹോഷ്റുബയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒരു ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഒരുപാടധികം ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ നശിക്കപ്പെട്ടു. കാരണം ഈ ഒരു കൊളോണിയൽ ഡോമിനേഷൻ ആ സമയത്ത് ഒരുപാടധികം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സുപ്രീമസി നമ്മളവിടെ കണ്ടതാണ്. അവരുടെ ലിറ്ററേച്ചറാണ് സുപ്രീം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറാണ് സുപ്രീം എന്നുള്ളൊരു രീതിയിൽ ഒരു സ്വന്തം കൾച്ചറിനെ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ നശിച്ചുപോയി, എന്നേക്കുമായി നശിച്ചു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഹോഷ്റുബ ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുന്നത്. കാരണം ഹോഷ്റുബ ആ ഒരു കൾച്ചറൽ ഡോമിനേഷൻ സർവൈവ് ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് അത്രമാത്രം എന്താണ് ട്രഡീഷണൽ നറേറ്റീവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇതാണ്. ഇത്രയും അധികം ഒരു കൾച്ചറൽ ഡോമിനേഷൻ, കൊളോണിയൽ ഡോമിനേഷൻ്റെ ഒരു സമയത്ത് പോലും അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വർക്കിനെ പ്രിസർവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഉറുദു ഓറൽ ലിറ്ററേച്ചറിൻ്റെ പ്രൈം എക്സാമ്പിളായിട്ട് ഹോഷ്റുബ പറയുന്നത്. എങ്ങനെയാണോ നമ്മൾ ഇന്ത്യൻ എപ്പിക്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഇന്ത്യൻ ഒരു ഓറൽ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാമായണ, മഹാഭാരത, അതുപോലെ തന്നെ പല പുരാണ കഥകളും നമ്മൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ, ഉറുദു ലിറ്ററേച്ചറിലെ ഒരു എക്സാമ്പിളാണ് ഹോഷ്റുബ. ഇനി ഈ വർക്കിൽ ഒരുപാട് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലോട്ടാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പ്ലോട്ട് പറഞ്ഞെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് സബ് പ്ലോട്ട്സ് വരുന്നുണ്ട്. ഒരുപാടധികം ക്യാരക്ടേഴ്സിന് നമുക്ക് മൈനർ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ എഗെയിൻ നമുക്ക് ഇന്ത്യൻ എപ്പിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം മെയിൻ പ്ലോട്ട് ഒന്നെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ ചെറിയ കഥകൾ കാണും, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോഷ്റുബയുടെയും കേസ്. മാത്രമല്ല ഈ ഒരു എപ്പിക്, ഏത് എപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിലും മെയിൻ തീംസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് തീം ഓഫ് പവർ. കാരണം വില്ലൻ്റെ കയ്യിൽ പോലും അധികാരമുണ്ട്, പക്ഷെ ആ അധികാരത്തെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് അവിടെ. അപ്പോൾ ഒരു അധികാരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു അവകാശം കിട്ടുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവിടെ വില്ലനായി മാറും, അല്ലെങ്കിൽ അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് അവിടെ കിട്ടും. അതേസമയം നമ്മുടെ നായകൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, നായകൻ്റെ കാര്യത്തിലും അധികാരമുണ്ട്, അവകാശങ്ങളുണ്ട്, പക്ഷെ നായകൻ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അവിടെ വിജയം നായകൻ്റെ കൂടെ നിന്നത്. അതൊരു മെസ്സേജാണ്. അഗെയിൻ ദ തീം ഓഫ് ഗുഡ് വേഴ്സസ് ഈവിൽ. നമ്മൾ എല്ലാ എപ്പിക്കിലും കാണുന്ന പോലെ തന്നെ ആരുടെ കൂടെയാണോ ധർമ്മം ഉള്ളത്, ആരുടെ പക്ഷത്താണോ ശരിയുള്ളത്, ആരാണോ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, അവരുടെ കൂടെ എപ്പോഴും വിജയം കാണും. ഒരുപാടധികം ഡേഞ്ചേഴ്സ്, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കാണുമായിരിക്കും, പക്ഷേ ഏറ്റവും അവസാനം വിജയം അവരുടെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതൊരു കീ മെസ്സേജാണ്. അതുപോലെ തന്നെ എന്തൊരു അപകടം വന്നാലും, എന്തൊരു ഒബ്സ്റ്റക്കിൾ വന്നാലും നമ്മൾ ധൈര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, അതെപ്പോഴും കാണണം. എഗെയിൻ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് പോലും നമ്മൾ എന്താണ് പറഞ്ഞത്? വി വിൽ ഓവർകം ദിസ്. ഈ സമയം കടന്നു പോകുമെന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. അത് ഒരു പോസിറ്റിവിറ്റിയാണ് തരുന്നത്, ഒരു ഹോപ്പാണ് തരുന്നത്. ആ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും. നമുക്ക് ഓവർകം ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു എപ്പിക്കിലും കാണുന്നത്. ഒരുപാടധികം കഷ്ടതകളും യാതനകളും ദുരിതങ്ങളും ഒക്കെ തന്നെ ഇതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും അതൊരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് ആയിരുന്നില്ല ഹോഷ്റുബയിലേക്ക്. പക്ഷെ അവർ ഇതിനെല്ലാം മറികടക്കാൻ അവർക്ക് ആ ഒരു ആത്മധൈര്യം ഉണ്ടായിരുന്നു, അവരുടെ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു മെസ്സേജാണ്. നമുക്കിപ്പോൾ ഒരുപാടധികം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഈ സമയം കടന്നു പോകും, നല്ലൊരു സമയം നമ്മുടെ ഭാവിയിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവസാനം നമ്മൾ വിജയിക്കും. അപ്പോൾ ഈ തീംസ് എല്ലാം തന്നെ ഹോഷ്റുബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷനിലും ഓഥർ അക്നോളേജ് ചെയ്യുന്നുണ്ട്. പിന്നീട് ട്രാൻസ്ലേറ്റിനെ കുറിച്ചാണ് ഫറൂഖി പറയുന്നത്. അതായത് ഇത് ഒറിജിനലി ഉറുദുവിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു വർക്കാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാടധികം ഡിഫിക്കൽട്ടി ആ ഒരു ട്രാൻസ്ലേഷനിൽ തന്നെ വരുന്നുണ്ട്. കാരണം
അഗെയിൻ ആ ഒരു ലാംഗ്വേജ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഉറുദുവിലുള്ള അതേ വാക്കുകൾ ഇംഗ്ലീഷിൽ കിട്ടിയെന്നിരിക്കില്ല, അല്ലെങ്കിൽ അതേ ഒരു ഐഡിയ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഒരുപാടധികം സബ് പ്ലോട്ട്സ്. ഇതൊരു വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്ന കഥയാണ്. അപ്പോൾ ഒരുപാടധികം സബ് പ്ലോട്ട്സ് പറയുന്ന ഒരു സന്ദർഭത്തിൽ ചിലർ ഇൻക്ലൂഡ് ചെയ്തേക്കാം. പുതിയ സബ് പ്ലോട്ട്സ് അവരായിട്ട് തന്നെ അവരുടെ ഇമാജിനേഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഒരുപാടധികം സബ് പ്ലോട്ട്സ് അതിൽ നിന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ അത് പറഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ എന്താണ്, ഒറിജിനലി എത്രത്തോളം ചെറുകഥകൾ ഈ ഒരു എപ്പിക്കിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ പോപ്പുലറായിട്ട് പ്രചരിക്കുന്ന ആ ഒരു എപ്പിക്കിൽ പറയുന്ന കഥകളെല്ലാം തന്നെ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുമാണ്. കറക്റ്റായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ ഫ്രേസസ് അതൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ എത്രത്തോളം സാധിക്കുമോ, എത്രത്തോളം ആ ഒരു റീഡേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു കഥയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമോ, അത്രത്തോളം എഫേർട്ട് ഈ ഒരു ഓഥർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. ഈ ഒരു ദാസ്താൻ എ അമീർ ഹംസ, ഇതാണ് ഫുൾ സീരീസിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ടിലിസിമെ ഹോഷുബ എന്നുള്ളത് ഫസ്റ്റ് ബുക്ക് മാത്രമാണ്. അപ്പോൾ ദാസ്താൻ എ അമീർ ഹംസ എന്നുള്ള സീരീസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അത് പേർഷ്യയിലാണ് അതിൻ്റെ ഉത്ഭവം. പിന്നീട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് മുസ്ലിം ഇൻവേഷൻ വഴിയാണ് ഈ ഒരു ഉറുദു ലിറ്ററേച്ചർ ഇവിടെ പ്രചരിക്കുന്നത്. തുടക്കത്തിൽ വാമൊഴിയായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു കഥ, എല്ലാ എപ്പിക്കിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു കഥ എന്താണ്? ഒരു ഹീറോ കാണും, അതുപോലെ തന്നെ കുറേ കമ്പാനിയൻസ് കാണും, നമ്മുടെ വില്ലൻ കാണും. ഇവിടെ ഒരുപാടധികം മാജിക്കും റൊമാൻസ് എല്ലാം തന്നെ കാണും. നമുക്കിപ്പോൾ നമ്മുടെ എപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു വില്ലൻ വന്നിട്ട് ഒരു കിഡ്നാപ്പിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു പാപം ചെയ്യുന്നു. അതിനെതിരെ പോരാടാൻ വേണ്ടിയാണ് നായകൻ വരുന്നത്. അതൊരു എന്താണ്, വനവാസം എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ എപ്പിക്കിൽ കാണുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നായകന്മാർ അല്ലെങ്കിൽ നായകൻ എപ്പോഴും തന്നെ ഒരു വനവാസം അനുഷ്ഠിക്കുന്നുണ്ട്. ഒരുപാടധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വനവാസം. അതാണ് അവരുടെ യാതന, അതാണ് അവരുടെ പരീക്ഷ. അത് ഓവർകം ചെയ്ത് അവർ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു വിജയം ഉണ്ടാവുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാടധികം അപകടങ്ങൾ നടക്കുന്നുണ്ട്, യാതനകൾ നടത്തുന്നുണ്ട്, ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സുഹൃബന്ധം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്നേഹബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതെല്ലാം കൂടി കൂടിക്കലർന്ന ഒരു റിച്ച് ആയിട്ടുള്ളൊരു ട്രഡീഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതന്നെയാണ് ഹോഷുബയുടെ കേസിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വാമൊഴി ആവുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റുള്ള ഒരാളിലേക്ക് അത് പറയുന്ന ഒരു സന്ദർഭത്തിൽ അവരുടേതായ കൾച്ചറും ബിലീഫും എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആവും. അതാണ് ഞാൻ പറഞ്ഞത് സബ് പ്ലോട്ട്സിൻ്റെ കാര്യം. മെയിൻ പ്ലോട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിലുള്ള നമ്മുടെ കൾച്ചറും ബിലീഫും എല്ലാം അനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ സബ് പ്ലോട്ട്സ് കയറ്റും. ഇപ്പോൾ രാമായണം എടുക്കുകയാണെങ്കിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കഥ എന്താണ്? ശ്രീരാമനും സഹോദരങ്ങളും അയോധ്യയിൽ ജനിക്കുന്നു. വിശ്വാമിത്രൻ്റെ കൂടെ അവർ ശ്രീരാമനും ലക്ഷ്മണനും താടകയെ വധിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ സീതാ സ്വയംവരം നടക്കുന്നു. തിരിച്ചു വരുമ്പോൾ കൈകേയിയുടെ ഈ ഒരു 2 വരങ്ങൾ കാരണം രാമൻ വനവാസത്തിന് പോകുന്നു. രാമൻ, ലക്ഷ്മണൻ, സീതയും വനവാസത്തിന് പോകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ രാവണൻ വന്നിട്ട് സീതയെ അപഹരിക്കുന്നു. പിന്നീട് രാവണനെ കൊല്ലാനും സീതയെ തിരിച്ച് കൊണ്ടുവരാനും രക്ഷിക്കാനും വേണ്ടിയാണ് വാനരപടയുടെ കൂടെ രാമൻ ലങ്കയിലെത്തി രാമരാവണ യുദ്ധം നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സബ് പ്ലോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അഹല്യാമോക്ഷം, അതുപോലെ തന്നെ ശബരി എന്നൊരു കഥാപാത്രം, ശബരിക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാലിയെ വധിക്കുന്നുണ്ട്, താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സബ് പ്ലോട്ട്സ് ആണ്. അത് ആ ഒരു കൾച്ചറും ബിലീഫ് എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം തന്നെ വാമൊഴിയായിട്ട് പറയുമ്പോൾ ഈ പല സബ് പ്ലോട്ട്സും ആ പറയുന്ന ആൾ തന്നെ ഒരു പക്ഷേ ഒരു ഇമാജിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാകാം, അവരുടേതായ ഒരു സൂപ്പർസ്റ്റിഷൻ അനുസരിച്ച്. ഇതന്നെയാണ് ഇവിടെ ഹോഷുബയുടെയും കേസ്. ഒരുപാടധികം സബ് പ്ലോട്ട്സ് പല കൾച്ചറിനെ ബേസ് ചെയ്ത്, പല സൂപ്പർസ്റ്റിഷനെ ബേസ് ചെയ്ത് കാണാൻ സാധിക്കും.
അതുതന്നെയാണ് ഓഥർ അടുത്ത സെക്ഷനിൽ പറയുന്നത്. അതായത് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഓറൽ വർക്കാണ്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പ ഒരു പണിയല്ല. അപ്പോൾ എത്രത്തോളം ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഒറിജിനൽ നുവാൻസോ എക്സ്പ്രഷനോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഈ ഒരു ദാസ്താനെ അമീർ ഹംസ എന്നുള്ളൊരു സീരീസിന് എത്രത്തോളം നീതി പുലർത്താൻ സാധിക്കുമോ അത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ടിലിസിം എ ഹോഷ്റുബയുടെ സമ്മറി. നമ്മൾ ഇതിനെക്കുറിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലാണ്. കാരണം രണ്ടും കൂടി കമ്പൈൻ ചെയ്യണമെങ്കിൽ ഒരുപാടധികം ലെന്ത് ആവും. ഈ ഒരു വീഡിയോ നല്ല ലെന്തി ആകും. മാത്രമല്ല അത് സംസാരിക്കാനും കുറച്ച് സ്ട്രെയിൻ ആകും. അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറിയും ഈ ഒരു സമ്മറിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഡു ലൈക്ക് ദ വീഡിയോ. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സോ. കൂടുതൽ വീഡിയോയിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. I'll see you in the next video. Till then, stay tuned. Thank you.